ഡൊറോത്തി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി വീട്ടുജോലി ചെയ്യുന്നതിനിടെ അവിടേക്ക് ഒരു പൂച്ച കടന്നു വരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകളും പൂച്ചയെ കാണുന്നു. പൂച്ചയെ കണ്ടപ്പോൾ അവർ ആ പൂച്ചയെ അവിടെ വളർത്താൻ തീരുമാനിച്ചു. എന്നാൽ ഡൊറോത്തിക്ക് മാത്രം അതൊരു രാജകുമാരിയെ പോലെ കാണുന്നു. അവൾ അത് പുറത്തു പറയാതെ അതിന് ഭക്ഷണം കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡൊറോത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രാജകുമാരി പാട്ട് പാടുന്നത് അവൾ കണ്ടു. ഡൊറോത്തിയെ കണ്ട രാജകുമാരിക്ക് മനസ്സിലായി അവൾക്ക് തന്റെ യഥാർത്ഥ രൂപം കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഇത് മനസ്സിലാക്കിയ രാജകുമാരി അവളോട് എല്ലാ കഥകളും പറയുന്നു. രാജകുമാരിയുടെ സഹോദരനെ ഒരു ദുഷ്ട മന്ത്രവാദി പൂച്ചയായി മാറ്റി. അവനെ കണ്ടുപിടിക്കാനാണ് അവൾ ഇങ്ങനെ മാറിയതെന്ന് ഡൊറോത്തിയോട് പറഞ്ഞു. രാജകുമാരി ഡൊറോത്തിയോട് അവളുടെ സഹോദരനെ കണ്ടുപിടിക്കാനായി സഹായം ചോദിച്ചു. അതിനു പകരമായി അവൾക്ക് പാരിതോഷികം നൽകാമെന്നും പറഞ്ഞു. ഇത് കേട്ട ഡൊറോത്തി സന്തോഷത്തോടെ രാജകുമാരിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ രാജകുമാരി ഡൊറോത്തിക്ക് സ്വർണവും നല്ലൊരു തയ്യൽ ഷോപ്പും ഇട്ടുകൊടുത്തു. അതുപയോഗിച്ച് അവൾ വലിയൊരു വീടും വെച്ചു. അവളുടെ മുത്തശ്ശിയെ സന്തോഷത്തോടെ നോക്കാൻ തുടങ്ങി. പിന്നീട് രാജകുമാരിയും ഡൊറോത്തിയും രാജകുമാരിയുടെ സഹോദരനെ കണ്ടുപിടിക്കാനായി അടുത്തുള്ള രാജ്യത്ത് പോയി. അവിടെ വെച്ച് രാജകുമാരി അവനെ കണ്ടുപിടിച്ചു. തിരിച്ചു ഡൊറോത്തിയുടെ വീട്ടിലെത്തിയപ്പോൾ ഡൊറോത്തിയുടെ മുത്തശ്ശി പൂച്ചയായ രാജകുമാരിയുടെ സഹോദരനെ മനുഷ്യരൂപത്തിൽ കാണാൻ പറ്റി. നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ കാണാൻ കഴിയുകയുള്ളൂ. മുത്തശ്ശി അവനെ കണ്ടപ്പോൾ അവന്റെ ശാപം മാറി. അവൻ പഴയ രൂപത്തിൽ തിരിച്ചു വന്നു. ഇത് കണ്ട എല്ലാവരും സന്തോഷിച്ചു. പിന്നീട് അവർ 3 പേരും നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു.